നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് നവംബർ 25, 26, 27 തീയതികളിൽ വേദി ഒരുങ്ങുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തിങ്കളാഴ്ച രാവിലെ 10 നടക്കുന്ന ഔപചാരിക ചടങ്ങുകൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോഗോ പ്രകാശനം നടന്നു. മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ പ്രകാശനം നിർവഹിച്ചു. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് നടന്നുവരുന്ന കലാസാംസ്കാരിക പരിപാടികളിൽ സംഗീതോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമലയിൽ ബ്രഹ്മശ്രീ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് നവംബർ 25, 26, 27 തീയതികളിൽ വേദി ഒരുങ്ങുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തിങ്കളാഴ്ച രാവിലെ 10 നടക്കുന്ന ഔപചാരിക ചടങ്ങുകൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിക്കും. പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ബഹുമാനായ റവന്യൂ മിനിസ്റ്റർ രാജമിനിസ്റ്ററാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ നാട്ടികയുടെ പ്രിയങ്കരനായ MLA CC മുകുന്ദൻ അവർ ആ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നു. അതുപോലെ തന്നെ പുതുക്കാട് MLA KK രാമചന്ദ്രൻ അവർ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുന്നു. നമ്മുടെ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉൾപ്പെടെയുള്ള കലാരംഗത്തെ പ്രതിഭകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ സൗഹൃദപരമായ രീതിയിൽ നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ നടക്കുന്ന ഈ കലോത്സവം, ഈ മാമാങ്കം മറ്റിടങ്ങളിൽ നിന്നെത്തുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും സൗഹൃദപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളും പ്രതിനിധികളുടെ ഒപ്പം തന്നെ നാട്ടുകാരുടെയും എല്ലാവരുടെയും നല്ല സഹകരണം, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഒരുക്കുന്നതിൽ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാകണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ചേർപ്പ് ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ, ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാല എന്നിവിടങ്ങളിലായി 11 വേദികൾ മത്സരങ്ങൾ നടക്കും. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രധാന വേദി. 3 വർഷവും ലൂർദ് മാത സ്കൂളിലെ വേദിയിലാണ് നാടക മത്സരം. സ്റ്റേജ് ഇതര മത്സരങ്ങളായ ചിത്രരചന, കഥാരചന, കവിതാരചന, ഉപന്യാസം, സമസ്യപൂരണം, പ്രശ്നോത്തരി, അക്ഷരശ്ലോകം എന്നിവയും സംസ്കൃതം, അറബിക് കലോത്സവവും 18 നടന്നിരുന്നു. 96 സ്കൂളുകളിൽ നിന്നായി 5758 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. 96 സ്കൂളുകളിലും സ്കൂൾ തല മത്സരങ്ങൾ കഴിഞ്ഞ് അതിൽ വിജയിച്ച ആളുകളാണ് ഈ പറഞ്ഞ നവംബർ 25, 26, 27 തീയതികളിൽ ചേർപ്പ് ഉപജില്ലാതല മത്സരം ചേർപ്പ് ഗവൺമെൻറ് സ്കൂളിൽ നടക്കും. അതിൽ ഏതാണ്ട് 298 ഇനങ്ങളിലായിട്ട് ഏതാണ്ട് 5755 കുട്ടികളാണ് പങ്കെടുക്കുക. 5755 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അതിൽ കുട്ടികളെ രചനാ മത്സരങ്ങൾ 18-ാം തീയതി തീർന്നു. നമുക്ക് ആകെയുള്ള 208 ഇനങ്ങളിൽ 90 ഇനങ്ങൾ തീർന്നു. പിള്ളേരെ ഈ രചനാ മത്സരങ്ങൾ തീർന്നുണ്ട്. ബാക്കി 208 ഇനങ്ങൾ മത്സരങ്ങളാണ് നടത്തുക. ഇവിടെ ആകെ നമുക്ക് 11 വേദിയാണ്. 11 വേദികളിൽ 9 വേദിയും ഈ സ്കൂളിൽ തന്നെയാണ്. ഇതിന് പുറമെയുള്ള 2 വേദി, ഒന്ന് നാടകത്തിന് വേണ്ടി മാത്രം നമുക്ക് ലൂർദ് മാതയിലും പഞ്ചായത്തിൻ്റെ ഹാള്, ഭോജനശാല എന്ന പഞ്ചായത്ത് ഹാളിലാണ്. ബാക്കി എല്ലാ വേദികളും ഇവിടെ തന്നെയാണ്. ബുധനാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷനാകും. ഈ ഒരു സബ് ജില്ലാ കലോത്സവത്തിന് ചേർപ്പ് ഗവൺമെൻറ് സ്കൂളിൽ തിരഞ്ഞെടുത്തതിൽ തന്നെ വളരെ സന്തോഷം അറിയിക്കുകയാണ്. ഈ സമാപന ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ AK രാധാകൃഷ്ണൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്ത് മറ്റ് വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നതായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്,
ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, AEO MV സുനിൽകുമാർ, പ്രിൻസിപ്പാൾ NA ജാഫർ സാദിഖ്, HMCS രാജു, PTA പ്രസിഡന്റ് MS അലക്സി എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോഗോ പ്രകാശനം നടന്നു. മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ പ്രകാശനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർപേഴ്സണായ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് സബ് ജില്ലാ കലോത്സവത്തിൻ്റെ ലോഗോ പ്രകാശനമാണ്, പരിപാടികളുടെ ലോഗോ പ്രകാശനമാണ് ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അത് ഈ വരുന്ന 2024 നവംബർ 25, 26, 27 തീയതികളിലാണ്. തിങ്കൾ ചൊവ്വ ബുധൻ തീയതികളിലാണ് നടക്കുന്നത്. അനേകം പ്രതിഭകളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ ഓരോ വിഷയത്തിലും തെളിയിക്കുന്നു. അവരുടെ വളർച്ചയിൽ ഒരു പടിയായിട്ടാണ് നമ്മൾ ഈ കലോത്സവത്തെ എല്ലാവരും കാണുന്നത്. കാരണം ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഓരോ കലകളിലും അഭിരുചി ഉണ്ടായി നമ്മൾ തിരിച്ചറിഞ്ഞ് സ്കൂളുകാരാണ് കുട്ടികളുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് കുട്ടിക്കാലം മുതൽ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരിക. ഞാനൊക്കെ അങ്ങനെ വളർന്ന് വലുതായതാണ്. സ്കൂളിൽ ചെണ്ടമേളം എന്നൊക്കെ പറഞ്ഞ് CNN സ്കൂളിൽ ചെണ്ടമേളം, 10ാം ക്ലാസ് വരെ പഞ്ചവാദ്യം, അങ്ങനെ ഓരോ ഇതൊക്കെ കുട്ടികളുടെ തുടക്കമാണ്. അപ്പോൾ ഇത്തരം മത്സരമായ പരിപാടിയുടെ ലോഗോ പ്രകാശനം ചെയ്യാൻ കിട്ടിയ ഈ അവസരം ഞാൻ വളരെ സന്തോഷപ്പെടുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, AEO MV സുനിൽകുമാർ, പ്രിൻസിപ്പാൾ NA ജാഫർ സാദിഖ്, HMCS രാജു, PTA പ്രസിഡന്റ് MS അലക്സി, OSA പ്രസിഡന്റ് ബീന രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് PK നിഖിൽ, PTA വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ, അധ്യാപകരായ ബിജു, അരുൺ, ഹേമ, പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വരുന്ന 25, 26, 27 തീയതികളിലായി ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ചാണ് ചേർപ്പ് ഉപജില്ലാ കേരള കലോത്സവം നടക്കുന്നത്. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് നടന്നുവരുന്ന കലാസാംസ്കാരിക പരിപാടികളിൽ സംഗീതോത്സവത്തിന് തുടക്കം. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമനയിൽ ബ്രഹ്മശ്രീ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് K നായർ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. ഏകദേശം 300-ൽ പരം സംഗീതാർത്ഥികൾ 3 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ പങ്കെടുക്കും. തൃശൂർ ഗ്രൂപ്പ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ K ബിജുകുമാർ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. താന്യം ഗ്രാമപഞ്ചായത്ത് കിഴുപ്പുള്ളിക്കരയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഗോവർധിനി 2024-25 കന്നുകുട്ടി പരിപാലന പദ്ധതി ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ ആന്റോ തൊറയൻ, സതി ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് സർക്കിൾ വെറ്ററിനറി സർജൻ ഡോക്ടർ അലന്റീന ജേക്കബ് പദ്ധതി വിശദീകരണവും ക്ഷീര കർഷകർക്ക് കന്നുകുട്ടി പരിപാലന പരിശീലന ക്ലാസും നൽകി. ഗോവർധിനി പദ്ധതി പ്രകാരം വകുപ്പുതല ഫണ്ട് 3,12,500 രൂപ വകയിരുത്തിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഓരോ കർഷകനും തീറ്റ ഇനത്തിൽ 12,500 രൂപ സബ്സിഡിയായും കന്നുകുട്ടികൾക്ക് 32 മാസം വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷയും പദ്ധതി പ്രകാരം ലഭിക്കുന്നു. കിഴുപ്പുള്ളിക്കര ക്ഷീരസംഘം പ്രസിഡന്റ് അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് നളിനി, സെക്രട്ടറി ജോബി, താന്യം വെറ്ററിനറി സബ് സെന്റർ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ രമ്യ T രാജ് എന്നിവർ നേതൃത്വം നൽകി. താന്യം ഗ്രാമപഞ്ചായത്തിന്റെയും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ കേരളോത്സവം 2024 സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് SN കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ച കായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, മെമ്പർമാരായ ആന്റോ തൊറയൻ, സനിത സജൻ, രഹന പ്രജു, മീന സുനിൽകുമാർ, ശ്രീകല സന്തോഷ്, പഞ്ചായത്ത് സെക്രട്ടറി സുനിത KV എന്നിവർ സംസാരിച്ചു. 2024 ലോക ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയ പെരിങ്ങോട്ടുകര സ്വദേശി കരാട്ടുപറമ്പിൽ കമൽജിത്ത് കരുണാകരന്
പെരിങ്ങോട്ടുകര ദേശത്തിന്റെ നേതൃത്വത്തിൽ അനുമോദനം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 23-ന് ശനിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെ താന്യം ശാന്തി പാലസിൽ നടക്കുന്ന അനുമോദന സദസ്സിൽ മുൻ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, സോമശേഖര ക്ഷേത്ര മഠാധിപതി സംപൂജ്യ ദിവ്യ ആനന്ദഗിരി സ്വാമികൾ, വിഷ്ണു ഭാരതീയ സ്വാമികൾ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ തുടങ്ങി വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും. എയർക്രാഫ്റ്റ് എഞ്ചിനീയറായിരുന്ന കമൽജിത്ത് യാത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു. അത്തരം യാത്രകളിൽ കണ്ടെത്തിയ 20 വിഭാഗത്തിൽപ്പെട്ട ചിത്രശലഭങ്ങളുടെ പഠനം നടത്തി പ്രബന്ധം സമർപ്പിച്ചിട്ടുണ്ട്. ഈ ശലഭങ്ങളുടെ പേപ്പർ റെപ്പിക 2003-ൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. 2024-ലാണ് കമൽജിത്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡറായി പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളത്തിൽ 89-ാമത്തെയും തൃശൂർ ജില്ലയിലെ 14-ാമത്തെയും ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുന്ന വ്യക്തി കൂടിയാണ് തൃപ്രയാർ പെരിങ്ങോട്ടുകര സ്വദേശിയായ കമൽജിത്ത് കരുണാകരൻ. പ്രൊഫസർ സിദ്ധാർത്ഥൻ മാസ്റ്റർ, കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് അസോസിയേഷൻ കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് KG രാമചന്ദ്രൻ, ഏങ്ങണ്ടിയൂർ കമലാ നെഹ്റു സ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ സുനിൽ കരിപ്പാറ, റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ശ്രീദേവി കരുണാകരൻ, സുഗതൻ ഞാറ്റുവെട്ടി തുടങ്ങിയവർ സംസാരിച്ചു. 161 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം തൃപ്രയാറിൽ പ്രവർത്തനമാരംഭിച്ചു. യുണീക് വേൾഡ് റെക്കോർഡ് ഹോൾഡറും ലോക സമാധാനത്തിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവുമായ ബോച്ചയും സിനിമാ താരം ശ്വേത മേനോനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ മുമ്പിൽ ഇത്രയും ഒരു മഹാൻ വ്യക്തി നിൽക്കുമ്പോ ഇത്രയുള്ളൂ. ഹലോ, ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇതുവരെയും ആദ്യമായിട്ടാണ് ഞാൻ ബോച്ചേനെ കാണുന്നത്. ഐ ഫൈൻഡ് ദിസ് നെയിം വെരി ക്യൂട്ട്. ബോച്ചെ, സോ ക്യൂട്ട്. അല്ല, ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിച്ചു നോക്കുന്നത്. ബിക്കോസ് അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യം കണ്ടപ്പോൾ. ഇത്രയും വർഷമായിട്ട് മീൻസ് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഇവിടെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ല. ആദ്യമായിട്ട് നമ്മൾ ഈ മൂപ്പരെ കണ്ടാൽ എപ്പോഴും വിചാരിക്കും, ഓ, കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ് എന്ന് മാത്രം. നോ, ഹി മീൻസ് ഇറ്റ്. മൂപ്പര് പറയണ വാക്കുകളും അതിനെ ഭയങ്കര സീരിയസ് ആയി എടുക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ദാറ്റ്സ് എ ബിഗ് തിങ്. പിന്നെ ഇപ്പോൾ രാമേട്ടൻ പറയണ്ടായിരുന്നു എന്നോട്, നമ്മൾ ബിസിനസ് ഉണ്ടാക്കി കാശ് ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ കുറച്ച് എന്താ പറയുക, പബ്ലിക്കിലോ അല്ലാതെ പുറത്തെ ആൾക്കാരെ ഒന്ന് അടച്ച് അവരൊന്ന് ഇൻവൈറ്റ് ചെയ്യാതെ കുറച്ചൊരു അഹങ്കാരത്തിരിക്കും. മൂപ്പര് എത്ര കാശ് ഉണ്ടാക്കുന്നോ അത്ര തന്നെ തിരിച്ച് സൊസൈറ്റിക്ക് കൊടുക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. എല്ലാവരും ഇവിടെ ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്. നമ്മുടെ മൈ ഡിയർ ഫ്രണ്ട്സ് ഒത്തിരി പേര് ഇവിടെയുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു ജ്വല്ലറിയും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയും 2 പ്രസ്ഥാനങ്ങൾ ഇവിടെ വരികയാണ്. ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല, ഇതൊക്കെ നാട്ടുകാര് കച്ചവടം തന്ന് എനിക്ക് ലാഭം ഉണ്ടാക്കി തന്ന് അതുകൊണ്ട് മാത്രമാണ് പ്രസ്ഥാനങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എങ്ങനെ ഫേമസ് ആയി, എങ്ങനെ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ
ആ ദയ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ്. കാരണം ഈ ചാരിറ്റി ഒക്കെ ചെയ്യണമെങ്കിൽ കാശ് വേണം. കാശ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ തന്നെ കച്ചവടം തന്നാലാണ് എനിക്ക് കാശ് കിട്ടുക. അപ്പൊ ലാഭം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു വിഹിതമാണ് നിങ്ങൾ വഴി പാവപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുന്നത്. എന്റെ കഴിവല്ല, അതിന്റെ ഉത്തരവാദികൾ നിങ്ങളാണ്, നിങ്ങൾ തന്നവരാണ്. അതുകൊണ്ട് നന്ദി മാത്രമേ പറയാനുള്ളൂ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഡയമണ്ട് ആഭരണങ്ങളുടെ ആദ്യ വിൽപ്പന നടത്തി. സ്വർണ്ണാഭരണങ്ങളുടെ ആദ്യ വിൽപ്പന നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ CS മണികണ്ഠൻ, ഗ്രീഷ്മ സുഗിലേഷ്, അർജുന അവാർഡ് ജേതാവ് സിറിൽ സി വള്ളൂർ, തൃപ്രയാർ ഗോൾഡ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ അസീസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് ഡാലി ജോൺ, ദാസൻ EK, മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ജിസ്റ്റോ ബേബി, ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് CEO TK തോമസ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് മണികണ്ഠൻ, ബോബി ഇന്റർനാഷണൽ ഗ്രൂപ്പ് PRO VK ശ്രീരാമൻ, ബോബി ഇന്റർനാഷണൽ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് GM അനിൽ CP, ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് PRO ജോജി MJ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ തൃപ്രയാറിലെ തിരഞ്ഞെടുക്കപ്പെട്ട നിർധനരായ രോഗികൾക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ധനസഹായം വിതരണം ചെയ്തു. അതിശയിപ്പിക്കുന്ന നിരവധി ഓഫറുകളും നിരവധി സമ്മാനങ്ങളുമാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തിനെത്തിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 5 പേർക്ക് ഡയമണ്ട് റിംഗ് സമ്മാനിച്ചു. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 2 വീലറുകൾ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നീ സമ്മാനങ്ങളും ബമ്പർ സമ്മാനമായി മഹീന്ദ്ര ഥാർ വാഹനവും നൽകും. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട്, അൺകട്ട്, പ്രഷ്യസ് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസേന ഒരു ഭാഗ്യശാലിക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം നൽകും. ഈ ഓഫർ 10 ദിവസത്തേക്ക് മാത്രം. ഉയരുന്ന സ്വർണ്ണ വിലയിൽ നിന്നും സംരക്ഷണം നൽകിക്കൊണ്ട് അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ, വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ എന്നിവ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ചെമ്മണ്ണൂർ ഒരുക്കിയിരിക്കുന്നു. ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിലെ 4 പേർ തൃശൂർ പോലീസിന്റെ പിടിയിലായി. കണ്ണൂർ സ്വദേശികളായ പ്രബിൻ ലാൽ, ലിജിൻ രാജൻ, തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ, നിഖിൽ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. എന്നാൽ ഇവരുടെ കൈവശത്തു നിന്നും സ്വർണം കണ്ടുകിട്ടിയിട്ടില്ല. 5 പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പെരിന്തൽമണ്ണയിൽ സ്കൂട്ടറിൽ പോകുകയായിരുന്ന ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 2 കോടിയോളം വില വരുന്ന സ്വർണം കവർന്ന സംഘമാണ് പിടിയിലായത്. സ്കൂട്ടറിൽ പോകുകയായിരുന്ന MK ജ്വല്ലറി ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും പിന്തുടർന്നാണ് കാറിലുള്ള സംഘം സ്വർണം കവർന്നത്. രാത്രി 9 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ജ്വല്ലറി മുതൽ തന്നെ കാർ പിന്തുടരുന്നുണ്ടായിരുന്നുവെന്ന് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സ്ഥാപനം ഓടിട്ടതായതിനാൽ ഉടമ ആഭരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോവുകയാണ് പതിവ്. ചിന്ത്രപിന്നി കണ്ണംപുള്ളിപ്പുറത്ത് ജോലിക്കിടെ കടന്നലിന്റെ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു. മാരാത്ത് ക്ഷേത്രത്തിനു സമീപം തുപ്രാടൻ സുകുമാരൻ ഭാര്യ 60 വയസ്സുള്ള ശോഭനയാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയാണ് എടതുരുത്തി 15-ാം വാർഡിൽ TM റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പണിയെടുക്കുന്നതിനിടെയാണ് 6 തൊഴിലാളികൾക്ക് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ശോഭനയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് ഉച്ചയോടെ മരണപ്പെടുകയായിരുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ നിന്നും മൂർഖൻ പാമ്പുകളെ പിടികൂടി. പ്രിയദർശിനി ഹാളിന് പുറകിൽ മതിൽ പൊളിഞ്ഞു കിടക്കുന്ന ഭാഗത്തു നിന്നാണ് പാമ്പുകളെ പിടികൂടിയത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30-ഓടെയാണ് സംഭവം. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയാണ് പാമ്പുകളെ കണ്ടത്. തുടർന്ന് പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. വന്യജീവി സംരക്ഷകൻ കൊടുങ്ങല്ലൂർ സ്വദേശി താഹിർ എത്തി പാമ്പുകളെ പിടികൂടി. 5 അടി നീളമുള്ളതും 3 അടി നീളമുള്ളതുമായ 2 മൂർഖൻ പാമ്പുകളെയാണ് പിടികൂടിയത്. പാമ്പുകളെ വനം വകുപ്പിന് കൈമാറുമെന്ന് താഹിർ പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7225 രൂപ, പവന് 57,800 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053.
ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് നവംബർ 25, 26, 27 തീയതികളിൽ വേദി ഒരുങ്ങുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തിങ്കളാഴ്ച രാവിലെ 10 നടക്കുന്ന ഔപചാരിക ചടങ്ങുകൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോഗോ പ്രകാശനം നടന്നു. മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ പ്രകാശനം നിർവഹിച്ചു. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് നടന്നുവരുന്ന കലാസാംസ്കാരിക പരിപാടികളിൽ സംഗീതോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമലയിൽ ബ്രഹ്മശ്രീ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.